സുന്ദരീസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കുർത്തയും അതേപോലെ തന്നെ ബോട്ടവും തുന്നിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആകെ നമുക്ക് ചിലവായത് 300 രൂപയാണ് കേട്ടോ. 3 മീറ്റർ ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തെടുക്കണത്. അപ്പോൾ ഈ ഫാബ്രിക് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ, നമ്മൾ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചിൽ ഇമ്മക്കുട്ടിക്ക് ബ്ലൗസ് ഇതിൽ നിന്നാണ് കേട്ടോ തുന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എടുത്തൊരു 4 മീറ്റർ ഫാബ്രിക്കാണ്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ തുന്നി പിന്നെ കുറച്ച് സംഗതികൾക്കൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കഷ്ടി ഒരു 3.5 മീറ്റർ ഫാബ്രിക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോട്ടം തുന്നാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇതേ കണ്ടോ, ഇതേപോലെ പകുതിക്ക് വെച്ച് മടക്കാണ്. പകുതിക്ക് വെച്ച് മടക്കിയിട്ട് പിന്നെയും ഒരു മടക്ക് കൊടുക്കുകയാണ്. ഓക്കെ, വേർട്ടിക്കലി ആണ് നമ്മൾ എടുത്തിട്ടുള്ള, ഹൊറിസോണ്ടലി അല്ല. വേർട്ടിക്കലി ഇതേപോലെ എടുത്തിട്ട് 4 മടക്ക് മടക്കിയിട്ടുണ്ട്. ഒരു പകുതി പിന്നെ ഒരു പകുതി കേട്ടോ, അതെ ഇതേപോലെ. എന്നിട്ട് നമ്മുടെ ഈ മടക്ക് തുറക്കാൻ പറ്റുന്ന ഭാഗത്ത് ഒരു പലാസോ പാൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോർമൽ സിഗരറ്റ് പാൻസ് എടുക്കുക. എന്നിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ, അത് ഈ മടക്കുന്ന ഭാഗത്തും മറ്റേ ഭാഗം എന്ന് പറയുന്നത് പാൻസിൻ്റെ സൈഡ് ഭാഗം വരില്ലേ, അതേപോലെ വെക്കുക. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കണ പോലെ തന്നെ വെക്കണേ, മനസ്സിലായില്ലേ? ഓപ്പണിംഗ് ഭാഗം എന്ന് പറയുന്നത് അത് ക്രോച്ചിൻ്റെ ഭാഗമായിരിക്കും, ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറയുന്നത് സൈഡ് ഭാഗമായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് മുകളിൽ വിടാം ഇലാസ്റ്റിക് വെക്കാനായിട്ട്. എന്ത് ഇലാസ്റ്റിക് ആണോ വെക്കുന്നത്, ഏത് വലിപ്പത്തിൽ ഇലാസ്റ്റിക് വെക്കുന്നത് അതിനനുസരിച്ച് ലെങ്ത്തും നമുക്ക് അതിനനുസരിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് ഇതേപോലെ 2 പീസ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ കിട്ടാൻ പോണത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് യോജിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതേ കണ്ടോ, ഞാനിപ്പോൾ കയ്യിൽ പിടിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ബേസിക് ഐഡിയ, തുന്നാൻ അറിയാവുന്നവർക്ക് അറിയാം. അത് കൂടാണ്ട് നമുക്ക് ഇതേപോലെ തുന്നി തരുമോ പറഞ്ഞിട്ട് ടൈലറിൻ്റെ അടുത്ത് കൊടുക്കാനും ഉള്ളൊരു റെഫറൻസിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ക്രോച്ചിൻ്റെ സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര വരെയാണ് കേട്ടോ ക്രോച്ച് വരുന്നത്. അവിടെ വരെ മാത്രമേ അടിക്കാൻ പാടുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ അടിക്കരുത്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ ക്രോച്ചിൻ്റെ അവിടം വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ക്രോച്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, ഒരു വശമില്ല, നമ്മുടെ ഈ നടുഭാഗത്ത് കൂടെ വരില്ലേ, 2 കാലകത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഭാഗം, അങ്ങനെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടാവട്ടെ. ഇപ്പം തന്നെ നമുക്ക് പാൻസിൻ്റെ ഒരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി എന്താ വേണ്ടത്, നമുക്ക് അടിഭാഗം മടക്കി അടിക്കണം. എന്നിട്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഇലാസ്റ്റിക് ഇട്ടാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും ഇതേ കണ്ടോ, അടിഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് കഷ്ടി ഒരു 1.5 മീറ്റർ ഫാബ്രിക്കൊക്കെ വേണ്ടി വന്നുള്ളൂ. പക്ഷെ അത് മടക്കണേൻ്റെയും കൂടിയാണ് കേട്ടോ. പിന്നെ വിത്തും വളരെ കുറവേ കിട്ടുള്ളൂ, എന്ന് വെച്ചാൽ അധികം വീതി ഉണ്ടാവില്ല താഴത്തെ ഭാഗത്ത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇനി അടുത്ത് വരാൻ പോകുന്ന ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ഉണ്ട്. അയ്യോ, പറയാൻ തന്നെ കിട്ടുന്നില്ല. അത് ഒന്നും കൂടി ലൈക്ക് ഇലാബറേറ്റ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയാണ്. എന്നിട്ട് ഈ 2 സൈഡ് ഇതേപോലെ ഇങ്ങനെ മുകളിൽ താഴേക്ക് ഒറ്റയടി അടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിച്ചിങ് പരിപാടി കഴിയും. പിന്നീട് നമുക്ക് അരഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക് വെക്കുക. എത്രയാണോ അളവ് വരുന്നത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്ര ഇലാസ്റ്റിക്കാണ് നമ്മൾ പാൻസിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പാൻസിൻ്റെ മുകൾഭാഗത്ത് ഈ ഇലാസ്റ്റിക് വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ എത്രയാണോ നമുക്ക് അളവുള്ളത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാത്രം കൂട്ടിയെടുത്തിട്ട് നമുക്ക് മടക്കി അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതേ കണ്ടോ, ഇലാസ്റ്റിക് ഇത് ഇത്രയാണ് നമുക്ക് വീതി ഉള്ളത്, അതിൽ നിന്ന് കുറച്ച് മാത്രം കൂട്ടിയെടുത്തിട്ട് അടിഭാഗത്ത് മടക്കി അടിക്കുക. മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് വിടുക, എന്നാലേ നമുക്ക് ഇലാസ്റ്റിക് ആ സൂചി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് വരുത്താൻ സാധിക്കുള്ളൂ കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. നമ്മൾ ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ കൊണ്ടെത്തിക്കുന്നില്ല, ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് സൂചി ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഉള്ളി കൂടെ ഇട്ട് ഇങ്ങനെ കിജി 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 നമ്മൾ അതിൻ്റെ സ്കേർട്ടിനൊക്കെ നൂലിടില്ലേ, അതേപോലെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് പാൻസ് തുന്നാനായിട്ട്. കുറച്ചെങ്കിലും സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇനി വരുന്ന വീഡിയോയിലുണ്ട്, അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പലാസോ പാൻസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്നുള്ളത്. ഇനി ബാക്കി ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നില്ലേ, ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ മടക്കി അടിക്കുന്നുണ്ട്. കഴിഞ്ഞു, എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞ്. നമുക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. പാൻസിന് അത്ര അടിപൊളിയാണ്. ഞാൻ കുറേ തുന്നിയിട്ടുള്ളതാണ്. അയ്യോ, ആ കഴിഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് മുതൽ ഈ ക്രോച്ചിൻ്റെ ഭാഗം ഇതാണ് ഞാൻ ക്രോച്ച് എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അറ്റം വരെ വരും, അത്രയേ ഉള്ളൂ. അതൊരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻസ് റെഡിയാണ്. ഇതും ക്രോപ്പ് ടോപ്പും കുറേ പേര് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ പക്ഷേ ഇവിടെ കുർത്തയാണ് കേട്ടോ തുന്നാൻ പോണത്. സൂപ്പറായിട്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ഇത് 1 മീറ്റർ തുണിക്ക് 100 രൂപയുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ബാക്കിയുള്ള തുണി കേട്ടോ. ബാക്കിയുള്ള തുണി നമ്മളിത് ഇതേപോലെ എഗെയിൻ ഇങ്ങനെ നമ്മൾ വേർട്ടിക്കലി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പകുതി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു മടക്കും കൂടി നമ്മൾ മടക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, മടക്കൂ.
അങ്ങനെ അപ്പോൾ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാകമുള്ളൊരു സൽവാർ എടുക്കുക. ഇത് നമ്മൾ സ്ലീവ്സ് വെക്കണില്ല, അവിടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സൽവാർ എന്ന് വെച്ചാൽ കുർത്ത ടോപ്പാണ് എടുക്കുന്നത്. അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതയ്ക്ക് വെക്കുക. ഇവിടെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മടക്കിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ ഭാഗം വരിക. മനസ്സിലായോ? ഇത് ഇതേപോലെ വെച്ചാൽ മതി. നമ്മുടെ മടക്ക് തുറക്കാൻ പറ്റുന്ന ഭാഗത്തേക്ക് നമ്മുടെ ടോപ്പും തുറക്കാൻ പറ്റണം, അത്ര മാത്രം നോക്കിയാൽ മതി. ഇത് ഞാൻ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വെക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഫുള്ള് തെറ്റുക, അത് മാത്രം ശ്രദ്ധിക്കാം. പിന്നെ ഈ സൽവാർ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മെഷർമെൻറ്റ് എടുക്കാം, അതല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു 1/2 ഇഞ്ച് എല്ലാത്തതും കൂട്ടിയെടുക്കണം കേട്ടോ. കാരണം കൈത്തുന്നലെന്നല്ല, നമ്മൾ തുന്നുമ്പോൾ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം പോവില്ലേ, ആ തുണി എക്സ്ട്രാ കുറച്ച് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൂടാതെ നെക്ക് നമുക്ക് എക്സ്ട്രാ എടുക്കണമെങ്കിൽ അങ്ങനെ വേറെ എക്സ്ട്രാ മെഷർമെൻറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ സൽവാർ ടോപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എടുക്കണം. പക്ഷേ നെക്കിൽ മാറ്റം വരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. യുവിന് പകരം വി ആണ് കേട്ടോ ആക്കണത്. കൈക്കുഴി അതേപോലെ തന്നെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ടോപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്ലിറ്റ് എവിടെയാണ് വരേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിലൊരു ടോപ്പ് എടുക്കുക എന്നുള്ളതാണ്. നീളം എനിക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോപ്പ് മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് സ്ലിറ്റിന് അവിടെ ഒരു ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് സ്ലിറ്റ് എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ടൊരു ധാരണ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സൈഡ് ഇതേപോലെ ഇങ്ങനെ ഫാബ്രിക് ഇങ്ങനെ മടങ്ങിയിരിക്കണമെന്നല്ലേ, അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈക്കുഴി വെട്ടാം കേട്ടോ. കറക്റ്റ് ഇതിപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് നമ്മൾ വെട്ടണത്. കൈക്കുഴി വെട്ടുക. പക്ഷെ എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേപോലെ അങ്ങ് വെട്ടി ടോപ്പിൻ്റെ. അതൊരു അബദ്ധമായിരുന്നു. എനിക്ക് ബാക്ക് പാർട്ട് കുറച്ചും കൂടി കയറിയായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു അബദ്ധം മനസ്സിലായില്ലേ. ഇങ്ങനെ ഒരുമിച്ച് വെച്ച് നെക്കിൻ്റെ പാർട്ട് മാത്രം വെട്ടരുത്, ജസ്റ്റ് ബാക്ക് ഭാഗം ഒന്നും കൂടി കുറച്ചിട്ടുള്ള നെക്ക് ഇട്ടിട്ട് വെട്ടണമായിരുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. പക്ഷേ ഇത്രയും തുന്നിയിട്ടും ഇത്രയും വർഷമായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് 18 വയസ്സ് മുതൽ ഞാൻ തുന്നണതാണ്. ഇത്രയും വർഷങ്ങളായിട്ട് തുന്നിയിട്ടും എനിക്ക് തെറ്റി എന്നുള്ളതാണ്. ധൃതിക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റും, പക്ഷെ സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നെക്ക് മടക്കി അടിക്കാനുള്ള തുണി നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതേക്ക് നല്ല വശം കൂടി ഒരുമിച്ച് വയ്ക്കുക. ഈ ഫാബ്രിക്കിന് 2 സൈഡ് ഒരേപോലെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ 2 നല്ല വശം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതേ മെഷർമെൻറ്റിൽ നെക്ക് അടിക്കുക. നെക്ക് നമ്മൾ വീനെക്കല്ലേ കൊടുത്തിട്ടുള്ളത്, അതേ മെഷർമെൻറ്റിൽ അടിച്ചെടുക്കുക എന്നുള്ളതാണ് വേണ്ട. പിന്നെ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു പീസ് വെട്ടിയെടുക്കണം. ഓൾറെഡി നമ്മളതിൽ ബാക്കി ഫാബ്രിക് ഉണ്ട്, അതിൽ നിന്ന് ഇതേപോലെ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട്, അതായത് എന്താ പറയുക, ക്രോസ് പീസ് എന്ന് പറയില്ലേ, അതേപോലെ 2 പീസ് ഫാബ്രിക് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കണം. അത് കൈക്കുഴിയുടെ അവിടെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നെക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഒരറ്റത്തു നിന്ന് ഇങ്ങനെ തുടങ്ങാം. വീനെക്കാണ് ഇതിപ്പോൾ. പ്രിൻറ്റിൻ്റെ മീതെ പ്രിൻറ്റ് വരുമ്പോൾ നമുക്ക് ശരിക്കും കാണുന്നുണ്ടാവില്ല. ഞാനത് ശ്രദ്ധിച്ച് അടുത്തതിൽ ഞാൻ ചെയ്യാട്ടോ. എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്ത് ആ ഫാബ്രിക്കിൽ തന്നെ ബാക്കി വേറെ തുണി തപ്പാൻ നിന്നില്ല, ഞാൻ വേഗം തുന്നിയതാണ്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അവിടെ ഇതേപോലെ സൈഡിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ടിക് 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 പറഞ്ഞിട്ട് നമ്മൾ ഈ നൂലിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറിയ കട്ട്സ് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്ത് 1 ഇഞ്ചോളം വിട്ടിട്ട് ഇതാ കണ്ടോ, ഈ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് ഇല്ലേ, അതും വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു മടക്ക് കൊടുത്ത് രണ്ടാമത്തെ മടക്കും കൂടി കൊടുത്ത് മടക്കി നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതേ കണ്ടോ, ഇതേപോലെ. അപ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ക്യാൻവാസിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്ക് ഇതേപോലെ തന്നെ നമ്മൾ ബാക്കും ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ബാക്ക് ചെയ്തിട്ടുള്ളത്. നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ 2ൻ്റെയും ഷോൾഡേഴ്സ് ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അതായത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് കൈക്കുഴിയാണ്. കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തന്നെ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടില്ലേ,
അതായത് ക്രോസ് പീസ് ആയിട്ടുള്ളത് നമ്മൾ മുറിച്ചെടുത്തില്ല. എന്തുകൊണ്ടാണ് ക്രോസ് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ അടിക്കുമ്പോൾ ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ തുണി കറക്റ്റായിട്ട് മടങ്ങുള്ളൂ. അതല്ലെങ്കിൽ ചുളിവുകൾ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല വശം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു അറ്റത്ത് നിന്ന് സ്റ്റിച്ച് തുടങ്ങി മറ്റേ അറ്റത്ത് വരെ അയ്യോ നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ ഭയങ്കര ടയേർഡായി പോയിട്ട്, സത്യം പറഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ പണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ ശബ്ദത്തിലുണ്ടാവും. റിയലി സോറി. അപ്പോൾ എന്തായാലും നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മളിത് ഒരറ്റം മുതൽ ഒരറ്റം വരെ ആക്കിയിട്ടുണ്ട്. എക്സ്ട്രാ ഫാബ്രിക് നമ്മൾ വെട്ടിക്കളയാണ്. എന്നിട്ട് നമ്മൾ മടക്കി ഉള്ളിലേക്ക് വെക്കുകയാണ്. നമ്മൾ നെക്ക് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ. ഇതൊക്കെ പല തരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ എക്സ്ട്രാ ഫാബ്രിക് എടുത്തിട്ട് മടക്കിയിട്ട് നമുക്ക് കൈത്തുന്നൽ കൊടുക്കാവുന്നതാണ്, ഉള്ളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ വളരെ ചെറുതാക്കി മുറിച്ച് ഇതേപോലെ മടക്കി അടിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ തുന്നാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ക്യാൻവാസ് വെച്ച് മടക്കി അടിക്കാവുന്നതാണ്. നെക്കിൻ്റെ ഭാഗം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരിച്ചും മറിച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ 2 കൈക്കുഴി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കൈക്കുഴി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഇതേപോലെ മടക്കിയിട്ട് അതിൻ്റെ മീതെ കൂടിയല്ല അടിച്ചത്, അതായത് അത് കാണാത്ത രീതിയിൽ അടിച്ചത്. ഇതിപ്പോൾ ഞാൻ തിരിച്ചു വെച്ചിട്ടാണ് അടിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കേട്ടോ. കൈക്കുഴി എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന. അതേ കണ്ടോ, ടോപ്പ് റെഡി. അപ്പോൾ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. കൈക്കുഴി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ലീവ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ കൈക്കുഴിയുടെ അവിടെ ഇത് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. നമ്മൾ സ്ലീവ്സ് വെക്കാത്ത കാരണം അവിടെ ഒരു പെർഫെക്ഷൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ബാക്കിൽ അത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കുറച്ച് കയറി നിൽക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, അതിനു വേണ്ടി. അതല്ലെങ്കിൽ ബാക്ക് ഫ്രണ്ട് ഒരേപോലത്തെ നെക്കാണെങ്കിലും ഭംഗി തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ ഫാബ്രിക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ തെറ്റിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ 2 സൈഡിലും പിൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഒരു ടോപ്പ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണോ അതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സ്ലിറ്റ് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. സ്ലിറ്റ് അടിക്കുക ഭയങ്കര എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ചെയ്യണത്. അത് പലതരത്തിലേക്കും ചെയ്യും. നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഒരേപോലെ വരണം, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡും ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് ആ പിൻസൊക്കെ മാറ്റിയിട്ട് നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റൊരു തവണ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ മതി. അതായത് ആ സ്റ്റിച്ചിന് മീതെ ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സൈഡിലത്തെ എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റാണ്. നല്ല രസമല്ലേ ഈ ഫാബ്രിക് കാണാൻ? എനിക്ക് താമര ഭയങ്കര ഇഷ്ടം. താമര എൻ്റെ ഒരു ലക്കി ഒരു ചിഹ്നമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഡ്രസ്സിന് വരുമ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ഓണത്തിനിട്ടതും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കുക കേട്ടോ. ഇതേ കണ്ടോ, 2 സൈഡിൽ നിന്നും ഇതേപോലെ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരറ്റത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ അറ്റം വരെ എത്തുമ്പോഴേക്കും നമ്മുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതേ നമ്മൾ ഉള്ളിലേക്ക് മടക്കുക. ഓക്കെ, ഇതേ 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കുക. കണ്ടോ, എന്നിട്ട് അവിടെ ഇത് സ്റ്റിച്ചിങ് മെഷീൻ്റെ അവിടെ ഫുട്ടർ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ഓരോ പോയിന്റിലെത്തുമ്പോൾ ഇതേപോലെ കുത്തിയിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറ്റേ അറ്റത്തെത്തും ഇല്ലേ. മറ്റേ അറ്റത്തെത്തുമ്പോഴും എഗെയിൻ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഈ അറ്റത്തെത്തുമ്പോൾ സൂചി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തിരിക്കുക. ഇതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം. പക്ഷേ ഇത് അടിപൊളിയാണ്, ഭയങ്കര സൂപ്പർബായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് തുന്നൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു അരമണിക്കൂറിൽ നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള കറക്റ്റ് ഒരു സെൽവാറിൻ്റെ ഒരു ഇത് വയ്ക്കുക, മുകളിൽ വയ്ക്കുക, എന്നിട്ട് മെഷർമെൻ്റ് എടുക്കുക, തുന്നുക എന്നുള്ളതാണ്. ഇനി തുന്നാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മളിട്ടിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അത് കണ്ട് നമുക്ക് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. സ്റ്റിച്ചിങ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ക്ഷമ, പിന്നെ നല്ലോണം പണിയെടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റിച്ചിങ് എന്ന് പറയണത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇടുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് 300 രൂപയായുള്ളൂ മീറ്ററിനും. 100 രൂപ ഒരു 3-3.5 മീറ്ററിൽ ഈസിലി കഴിയുന്നുള്ളതാണ്. അപ്പോൾ അടിപൊളിയല്ലേ? 300 രൂപയ്ക്കൊക്കെ നമുക്കൊരു അടിപൊളി ടോപ്പും ബോട്ടും, അതും എന്തൊരു കംഫർട്ടബിൾ അത് ഇടാനായിട്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഡിസ്കൗണ്ട് സെയിലിൽ എനിക്ക് കിട്ടിയതാണിത്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
ഞാൻ കുറേ തുണി എടുത്തു, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എത്തി? സ്റ്റിച്ചിങ് ഒരറ്റം മുതൽ ഇതേപോലെ മടക്കി അടിച്ച് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, നമ്മളിതാ ഇതേപോലെ അവിടെ എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തു, റെഡിയാണ്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മൾക്ക് ഇത് ഇട്ട് നോക്കാം. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ട് തോന്നി. അപ്പോൾ ഞാൻ സൈഡ് ഒരു പൊടിക്കും കൂടി ഒരു 1/2 ഇഞ്ചൊന്ന്, 2 സൈഡും കൂടിയിട്ട് ഒരു 1/2 ഇഞ്ച് പിടിച്ചു. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെഡി ആവുന്നത് നമ്മൾ ഷോർട്സ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിൽവർ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് പെയർ ചെയ്തു. നല്ല സുഖമല്ലേ ഇത് ഇടാനായിട്ട്? കോളേജിലേക്കൊക്കെ പോകുമ്പോഴും ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഇതേപോലെ സിൽവർ ഓർണമെൻറ്റ്സ് വെച്ചിട്ടും അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജൂത്തീസിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്. അരമണിക്കൂറിൽ ജസ്റ്റ് 300 രൂപയ്ക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തുന്നാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ടൈലറിൻ്റെ അടുത്തിട്ട് കൊടുത്ത് ഇതേപോലെ തുന്നിപ്പിച്ചെടുക്കുക. മെറ്റീരിയൽ വാങ്ങിച്ച് തുന്നിപ്പിച്ചെടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പിക്ചറൊക്കെ അയച്ചു തരാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ, ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലവ് യു ഓൾ സോ മച്ച്. ബൈ, ടേക്ക് കെയർ.